ന്യൂസ് ടെൻസിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബു അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു. ശബരിമല ക്ഷേത്രത്തിൽ ഇരുന്ന് തന്നെ മുരാരി ബാബു ഗൂഢാലോചന നടത്തിയെന്നും പ്രതി ചെയ്ത കുറ്റകൃത്യം ഗൗരവ സ്വഭാവമുള്ളതാണെന്നും SIT സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം. കോടതിയുടെ സംശയങ്ങൾ സ്വാഭാവികമാണ്, പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അഴിമതിക്ക് തങ്ങൾ ഉത്തരവാദികൾ ആണെന്ന് പറയുന്നത് ശരിയല്ലെന്നും PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം വൈകാതെ അപേക്ഷ നൽകും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ ചേരുന്നത്. സാരംഗ്, ആദ്യം റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? എൽദോ, ഇത്തരത്തിൽ അതായത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗൂഢാലോചന വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. കാരണം ഈ ഒരു ശബരിമലയിൽ തന്നെ നിന്നുകൊണ്ട് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തി അനേക ലക്ഷം ഈ ഒരു വിശ്വാസികളുടെ ഈ ഒരു വിശ്വാസം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ള നടത്താനുള്ള ശ്രമം നടത്തി. ഈ ഒരു രണ്ട് കേസുകളിലാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ ഈ ഒരു കേസിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം മോഷണത്തിലും പിന്നെ കട്ടിള ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കട്ടിളയിലെ സ്വർണം മോഷണത്തിലും ആണ് ഇപ്പോൾ കേസ് നിലനിൽക്കുന്നത്. ഒന്നിൽ രണ്ടാം പ്രതിയും മറ്റൊന്നിൽ ആറാം പ്രതിയുമായിട്ടാണ് മുരാരി ബാബുവിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഈ ഒരു കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. 2019 ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ട്. മാത്രമല്ല, ഇയാൾക്ക് ഇപ്പോൾ ജാമ്യം നൽകിയാൽ അത് തെറ്റായ ഒരു സന്ദേശം നൽകും. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ടും മറ്റും കൃത്യമായ ഒരു സ്വാധീനമുള്ള, സമൂഹത്തിലടക്കം സ്വാധീനമുള്ള ഒരാളാണ്. അതിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഈ റിമാൻഡിൽ വിട്ടതും. കഴിഞ്ഞ ദിവസം തന്നെ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കോടതിയിൽ ഹാജരാക്കിയത്. മിനിഞ്ഞാന്ന് രാത്രി 10 മണിയോടുകൂടി സ്വന്തം വീട്ടിൽ നിന്ന് ഹാജരാക്കി. പിന്നീട് ഇന്നലെ വൈകുന്നേരമായിരുന്നു കോടതിയിൽ, റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കിയത്. അത്രയും സമയം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. അതിൽ തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിമാൻഡ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതും. 29-ാം തീയതിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിക്കുക. തുടർന്നായിരിക്കും തെളിവെടുപ്പിനും മറ്റുമായി ഇദ്ദേഹത്തിനെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം എത്തിച്ച് അതായത് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനൊപ്പം തന്നെ മുരാരി ബാബുവിനെയും ഇത്തരത്തിൽ തെളിവെടുപ്പിനും മറ്റുമായി എത്തിക്കുമെന്നാണ് സൂചന. ഈ ഒരു തട്ടിപ്പിൽ, അതായത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിലെ ആദ്യത്തെ അറസ്റ്റായിരുന്നു. ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായി ഈ ഒരു സഹായം ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും എത്തിച്ചു നൽകിയതും ഈ ഒരു കൊള്ളയ്ക്ക് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുത്തതും ഇയാളാണെന്നുള്ള തരത്തിലാണ് റിമാൻഡ് റിപ്പോർട്ട് ഉള്ളത്. മാത്രമല്ല, ഈ മാസ്റ്ററിൽ മാറ്റി രേഖപ്പെടുത്തിയ അടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ കൃത്യവിലോപമാണെന്ന തരത്തിലാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒരു മുരാരി ബാബുവിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ഈ ഒരു അറസ്റ്റ് നിൽക്കില്ല എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കാരണം ഈ മുരാരി ബാബു എന്നൊരു വ്യക്തി, ഈ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടത്താൻ പറ്റുന്ന ഒരു കൊള്ളയല്ല ഇത്. മറ്റ് കൃത്യമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ സഹായങ്ങൾ എവിടെ നിന്നൊക്കെ ലഭിച്ചു? ഈ ഒരു ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് റിപ്പോർട്ടിലടക്കം പരാമർശിച്ചിട്ടുള്ള 2 ഉദ്യോഗസ്ഥർ അവരിപ്പോൾ സർവീസിലില്ലെങ്കിൽ പോലും ഈ ഒരു പ്രത്യേക അന്വേഷണത്തിന്റെ പരിധിയിൽ അവരും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ഈ 3 പേരിലല്ലാതെ അതിൽ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അതിൽ എത്രത്തോളം ഉന്നതരുണ്ട്, അന്നത്തെ ആ സമയത്തെ ദേവസ്വം പ്രസിഡന്റ് അടക്കം ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം തന്നെ ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം, അതായത് ഈ വലിയൊരു വിശ്വാസ സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ വിവരങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സമയമെടുത്താണ് അറസ്റ്റിലേക്ക് അടക്കം നീങ്ങുന്നത്. അതായത് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും പിന്നീട് അറസ്റ്റ് ചെയ്തതും പിന്നീട് റിമാൻഡിലേക്ക് കാര്യങ്ങൾ കടന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ആ സമയത്ത് 2019 സർവീസിൽ ഉണ്ടായിരുന്നതും നിലവിൽ തുടരുന്നതുമായി ഈ ഒരു
വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് സൂചന നൽകുന്നത്. അതെ, ഉറപ്പായിട്ടും ഞാൻ സാരംഗിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ PS പ്രശാന്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാദം. കോടതിയുടെ സംശയങ്ങൾ സ്വാഭാവികമാണ്, പാകപ്പിഴകളുണ്ട്, എന്നാൽ അഴിമതിക്ക് തങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ബോർഡ് പ്രസിഡന്റ് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഒരു വലിയ വീഴ്ച, ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നഷ്ടപ്പെട്ടുപോയ സ്വർണം, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും തിരിച്ചുപിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ? പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, അത് സമ്മതിക്കുകയും ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറയുന്നതിലൊരു വിചിത്രമായ വാദമില്ലേ? അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, ഈ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഏത് ഉദ്യോഗസ്ഥർ? ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷേ ദേവസ്വം ബോർഡിന് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നാണല്ലോ പ്രസിഡന്റ് പറയുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ? തീർച്ചയായും എൽദോ, ആ സമയത്തെ ദേവസ്വം ബോർഡിന് തീർച്ചയായും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ നിലനിൽക്കുന്ന ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഉത്തരവാദികളാവുക എന്നാണ് PS പ്രശാന്തിന്റെ ചോദ്യം. പക്ഷേ ആ സമയത്തും ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതും മറ്റ് പല ഇത്തരത്തിലുള്ള, അതായത് അന്നും ഇന്നും ഭരിക്കുന്ന ഈ ഒരു സർക്കാർ ഒരേ സർക്കാർ തന്നെയാണ്. അന്ന് ഇത്തരത്തിൽ ചോദ്യമുനയിൽ നിന്ന പലരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല അന്ന് ഈ ഒരു ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ചോദ്യമുനയിൽ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ PS പ്രശാന്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. അതായത് ഈ മുൻപ് എന്നോ നടന്ന, അതായത് 2019 നടന്ന ഒരു കൊള്ളയാണ്. അതായത് 5 വർഷം മുൻപേ ആണെങ്കിൽ പോലും ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നടന്നതാണ്. 1999 പൂശിയ സ്വർണം എത്രയോ കാലഘട്ടത്തിന് ശേഷം 2019 ഇത്തരത്തിലൊരു മോഷണ ശ്രമത്തിൽ, അതായത് വലിയ തോതിൽ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നു. അതായത് വളരെ ഗൂഢശ്രമമാണ്. അതായത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഗൂഢാലോചനയുടെ ഭാഗമായി ഈ ഒരു ശബരിമല ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അതിൽ ഇപ്പോഴത്തെ ബോർഡിന് യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല. ഈ ഒരു അന്വേഷണം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ അത് തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്നുണ്ട്. കാരണം ഇപ്പോഴാണ് ഇത് പുറത്തേക്ക് വന്നത്. അല്ല എങ്കിൽ, ഇത് കൃത്യമായി പുറത്തേക്ക് വന്നില്ല എങ്കിൽ ഇത് വീണ്ടും തുടർന്നേനെ. കാരണം 2025 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന് ശ്രമം നടത്തിയിരുന്നു. അത് ബോർഡ് തടഞ്ഞു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനോട് ശ്രമം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് തടഞ്ഞില്ല എങ്കിൽ, അതായത് ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2025 ഇതേപോലെ ഒരു മോഷണ ശ്രമത്തിന്റെ ഒരു സാഹചര്യം ഒരുങ്ങാതിരുന്നത്. അത് മാത്രമാണ് ഇതിലൊരു പ്രശാന്തിനടക്കം മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ഇപ്പോഴും ചോദ്യമുനയിൽ തന്നെയാണ്. കാരണം 2019 നടന്ന ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ 5 വർഷത്തിനിടയിലും ഈ ദേവസ്വം ബോർഡിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഒരു ശ്രീകോവിലിന് മുൻപിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളിലെയും സ്വർണം, അതായത് ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഈ സ്വർണം ഇത്തരത്തിൽ മോഷണം പോയി എന്ന് പറയുമ്പോൾ ഈ ഒരു ദേവസ്വം ബോർഡിന് ഈ ഒരു വലിയൊരു കാലയളവിൽ ഈ നടന്ന ഒരു തിരിമറി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതും വലിയൊരു ചോദ്യമാണ്. അതിലൊന്നും കൃത്യമായ ഒരു വിശദീകരണം തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു അന്വേഷണത്തിൽ പരിപൂർണമായി തൃപ്തരാണെന്നാണ് PS പ്രശാന്ത് പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ആ സമയത്ത് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ട സ്വർണം തീർച്ചയായും തിരികെ കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു വ്യാപ്തി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ഈ തട്ടിയെടുത്ത സ്വർണം പല സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു, പലരിലേക്കും പോയിട്ടുണ്ട്. ജീവനക്കാർക്കടക്കം വീതിച്ച് നൽകി എന്ന തരത്തിലൊക്കെ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. അതിനെ ആ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്തുക, ഈ ഒരു തെളിവെടുപ്പ് നടത്തുക, ഇത് സ്വർണം തിരികെ എത്തിക്കുക എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ്. മാത്രമല്ല 6 ആഴ്ച മാത്രമാണ് സമയം. ഇനി ചുരുങ്ങിയ ആഴ്ചകൾ മാത്രമേ മുൻപിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇനി കൂടുതൽ വേഗത്തിൽ കൂടുതൽ അറസ്റ്റിലേക്കും നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.